അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പോഷക സംഘടനകളുടെ നേതാക്കളെ, അതിജീവനത്തിൻ്റെ 68 വർഷങ്ങൾ എന്ന പ്രമേയവുമായി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിൻ്റെ പ്രവർത്തകർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ അവരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 68 വർഷങ്ങൾ പിന്നിട്ട ഈ കാലയളവിൽ ഇതിൻ്റെ ശില്പികളായിട്ടുള്ള മഹാനായ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും സയ്യിദ് പൂക്കോയ തങ്ങളും തുടങ്ങിയ ഒട്ടനവധി സൂഫി വര്യന്മാരും പണ്ഡിതന്മാരും അനുഭവിച്ച യാതനകളും വേദനകളും വെല്ലുവിളികളും ഇന്ന് നമുക്കാർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. തൻ്റെ വീട്ടിലേക്ക് ഇരച്ചു കയറിയ ബ്രിട്ടീഷ് പട്ടാളം, പൂക്കോയ നിനക്ക് ലീഗ് വേണോ അതല്ല കുടുംബവുമായി സുഖമായി ജീവിക്കണോ എന്ന് ചോദിച്ച ബ്രിട്ടീഷ് പട്ടാളത്തോട് എനിക്ക് വേണ്ടത് എൻ്റെ സമുദായമാണ് എന്ന് പറഞ്ഞ് താൻ ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനും തസ്ബീഹ് മാലയും അനിയൻ ഫസലിനെ ഏൽപ്പിച്ചുകൊണ്ട് അവർക്കൊപ്പം ജയിലിലേക്ക് പോയ പൂക്കോയ, മഹാനായ പൂക്കോയ തങ്ങൾ, ജീവിതത്തിൽ ഒരു ഖറാഅത്ത് പോലും ചെയ്യാത്ത, ഒരു വക്ത് സുബഹി പോലും ഖളാ ആക്കാത്ത ബാഫക്കി തങ്ങളും അടുത്ത കാലത്ത് നമ്മിൽ നിന്ന് മറഞ്ഞുപോയ മുത്തു ശിഹാബ് തങ്ങളുമൊക്കെ താജ്മഹലിന്റെ മനോഹരിതയും കുതുബ് മിനാറിന്റെ പ്രൗഢിയോടെ ഇന്ന് നാം കാണുന്ന ഈ രീതിയിൽ ഈ പ്രസ്ഥാനത്തെ നമ്മിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് അവർ നമ്മിൽ നിന്ന് മറഞ്ഞു പോയത്. അതിനെ ഏത് പ്രതിസന്ധിയിലും ഒരു പോറല് പോലും ഏൽക്കാതെ സംരക്ഷിക്കേണ്ട ബാധ്യത മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. അവർ കാണിച്ചു തന്നിട്ടുള്ള മാർഗം, ഈ 68 വർഷം പിന്നിടുന്ന കാലയളവ് നാം പരിശോധിക്കുമ്പോൾ നാം തെരഞ്ഞെടുത്ത മാർഗം ഒരിക്കൽ പോലും പിഴച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമാകും. ഈ മഹാന്മാർ വിഭാവനം ചെയ്ത രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റു മതക്കാരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാനോ പൊതുമുതൽ നശിപ്പിക്കലോ ശത്രുക്കളുടെ നെഞ്ചിൽ കഠാര കുത്തിയിറക്കലോ അല്ല, മറിച്ച് സമുദായത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാനും ഒരു നേരത്തെ വേദന സംഹാരി ഗുളിക പോലും വാങ്ങാൻ വകയില്ലാത്ത നിത്യരോഗികളെ സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ട മരുന്നും ഭക്ഷണവും നൽകാൻ CH സെന്റർ പോലുള്ളത് നിർമ്മിക്കുവാനുമാണ് നമ്മെ അവർ പഠിപ്പിച്ചത്. മാത്രമല്ല, തന്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒന്ന് അന്തിയുറങ്ങാൻ ഒരു കിടപ്പാടം പോലും സ്വപ്നം കാണുന്ന പാവപ്പെട്ടവർക്ക് ബൈത്തുർ റഹ്മകൾ നിർമ്മിച്ചു നൽകാനും കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനും സഹജീവികളോട് മാത്രമല്ല പരിസ്ഥിതിയോടും പറവകളോട് പോലും കരുണ കാണിക്കാനുമാണ് ഈ മഹാന്മാരായ നേതാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ നാം കാണുന്ന മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിയിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. നമ്മെ വിമർശിക്കുന്നവർ പോലും രഹസ്യമായി സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ്. ഞങ്ങളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും എന്തേ അവർ ഭരിച്ചിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഈ ഒരു പുരോഗതി ഉണ്ടാക്കി കൊടുത്തിട്ടില്ല? അവിടെയാണ് നമുക്ക് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രസക്തി ബോധ്യമാവുന്നത്. ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ സംഘടിക്കാതെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി പല കൊടികളും പല പാർട്ടികളിലും മാറി മാറി അണിചേർന്നതുകൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് കഴിയാതെ പോയത് അതുകൊണ്ടാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അവരെ സംഘടിപ്പിച്ച് ഒരു കൊടിക്കീഴിൽ നിർത്താൻ ഒരു CH മുഹമ്മദ് കോയയെ പോലെ, ശിഹാബ് തങ്ങളെ പോലെ, വിശിഷ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ ഒരു നേതാവ് ഉത്തരേന്ത്യയിൽ ജനിക്കാതെ പോയത് കൊണ്ടാണ് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഈ ഒരു ഗതി വന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മർഹൂം നദവി സാഹിബിനെ പോലുള്ളവർ താമസിക്കുന്ന മുസ്ലിം പ്രദേശങ്ങളിൽ നിന്ന് പോലും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന RSSകാരൻ വാജ്പേയി പോലും ജയിച്ചു കയറിയത് അതുകൊണ്ടാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട എൻ്റെ യൂത്ത് ലീഗുകാരാ, വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ
ഒരു തസ്ബീഹ് മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ഐക്യത്തോടെ ഈ മഹാന്മാർ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഈ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാക നെഞ്ചോട് ചേർത്ത് വച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത തലമുറയെ ഇത് ഏൽപ്പിക്കുന്നതുവരെ എനിക്ക് വിശ്രമമില്ല എന്ന പ്രതിജ്ഞയോടെ നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക. റബ്ബ് തആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.